ടി സി പി ഐ പിയിൽ നമ്മൾ പഠിച്ച കുറെ പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു. ആ പ്രോട്ടോകോൾസ് എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ. ദാറ്റ് ഈസ് പ്രോസസ് ടു പ്രോസസ് ഡെലിവറി. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ നെറ്റ്വർക്കിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന OSI മോഡൽ, ആ OSI മോഡലിൽ ഓരോ ലെയറിനും അല്ലെങ്കിൽ മോഡലിന്റെ ഓരോ ലെയറിനും ഓരോരോ ഫങ്ഷനാലിറ്റി ഉണ്ടായിരുന്നു. ഓരോരോ ഫങ്ഷനാലിറ്റി ഉള്ളത് മീൻസ് ഒന്ന് അൾട്ടിമേറ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നമ്മുടെ ഡേറ്റ പ്രോസസ്സിൽ എത്തിക്കുക എന്നുള്ളതാണ്. പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയിലാണ് ഡിഫറെന്റ് ടൈപ്പിലുള്ള ലെയേഴ്സിലൂടെ പാസ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓരോ ലെയറും അതിൻ്റെതായ ഫങ്ഷനാലിറ്റി ചെയ്ത് ഡേറ്റ പ്രോസസ് എത്തിക്കും. പ്രോസസ് മീൻസ് നമ്മളിപ്പോൾ മെയിലാണ് ഓൺ ചെയ്യുന്നതെങ്കിൽ, ഒരാൾക്കൊരു മെയിലാണ് അയക്കുന്നതെങ്കിൽ ഒരാളുടെ കമ്പോസ് മെയിൽ അവരുടെ മെയിൽ സെർവറിൽ നിന്ന് മെയിലിൽ നിന്ന് മറ്റൊരാളുടെ മെയിൽ സെർവർ എന്ന് പറയുന്ന അതിന്റെ പ്രോസസ്സിലേക്ക് ഡേറ്റ എത്തിക്കണം. അതാണ് നമ്മുടെ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെഷീനിൽ മാത്രം ഡേറ്റ എത്തിച്ചുകൊണ്ട് നമ്മുടെ കാര്യമായില്ല. ആ മെഷീനിൽ ഏത് പ്രോസസ്സിനാണോ ആ ഡേറ്റ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കേണ്ട പ്രോസസ്സിന് ആ ഡേറ്റ എത്തിക്കണം. അപ്പോൾ അതിന്റെ ഡെലിവറിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്, that is the process to process delivery. The data link layer is responsible for node to node delivery. Network layer is responsible for host to host delivery. Transport layer is responsible for process to process delivery. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിലേക്ക് ഡേറ്റ അയച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നെറ്റ്വർക്കിങ്ങിന്റെ ഇടയിലുള്ള എത്ര ഡിവൈസുകളുണ്ടോ ആ ഡിവൈസുകൾക്കൊക്കെ നമ്മൾ പറഞ്ഞ പേര് നോഡ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് ഡിവൈസ് ആയിരിക്കാം, മറ്റേതെങ്കിലും മെഷീൻസുകളായിരിക്കാം, കമ്പ്യൂട്ടർ മെഷീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ് ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിവൈസ് ആയിരിക്കാം. അപ്പൊ എല്ലാ ഡിവൈസിലൂടെയും ഡേറ്റ പാസ് ചെയ്യും. അപ്പൊ ആ ഡിവൈസുകൾ തമ്മിൽ ഡേറ്റ പാസിംഗ് ഗ്യാരണ്ടി ചെയ്യേണ്ടത് ഡേറ്റ ലിങ്ക് ലെയറിന് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അത് നമ്മൾ നെറ്റ്വർക്ക് ലെയറിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഡേറ്റ ലിങ്ക് ലെയറിൽ പഠിച്ചിട്ടുണ്ട്, OSI മോഡൽ ഇത് പഠിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി മീൻസ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി. ഹോസ്റ്റ് ടു ഹോസ്റ്റ് മീൻസ് സോഴ്സ് മെഷീനിൽ നിന്ന് സെൻഡിങ് മെഷീനിലേക്ക് ഡേറ്റ എത്തിക്കുക. ദാറ്റ് ഈസ് എ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി. അത് കഴിഞ്ഞതിന് ശേഷം മെഷീനിൽ ഡേറ്റ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ മെയിൽ ഓപ്പൺ ചെയ്യുന്ന മെയിൽ സെർവറുള്ള മെഷീനിലേക്ക് ഡേറ്റ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മെയിൽ ഓപ്പൺ ചെയ്യണം. മെയിലായിരിക്കും ആ ഡേറ്റ ഡെലിവറി ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മളൊരു ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെന്റേഷൻ മെക്കാനിസം, റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഡേറ്റ ഡെലിവറി എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് മെഷീനുകൾ ഉള്ളത്. ഈ മെഷീനാണ് പ്രോസസ്, ഇതിപ്പോ സോഴ്സ് ആണെന്ന് വെക്കുക, ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ മെഷീൻ ആണെന്ന് വെക്കുക. സോഴ്സ് മെഷീനിലേക്ക് ഡേറ്റ അയച്ചു കഴിഞ്ഞാൽ ആ മെഷീനിലെ ഒരു പ്രോസസ് ആയിരിക്കും ഡേറ്റ ക്രിയേറ്റ് ചെയ്യണത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഈ SC നിന്ന് ഡിയിലേക്ക്, സോഴ്സ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എനിക്കൊരു മെയിൽ അയക്കണം. മെയിൽ അയക്കണമെങ്കിൽ ആ മെയിൽ കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് സോഴ്സ് മെഷീനിലെ മെയിൽ സെർവറിലുള്ള മെയിൽ എന്ന് പറയുന്ന പ്രോസസ് ആയിരിക്കും ആ മെയിൽ കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ആ മെയിൽ അവിടെ, ആ പ്രോസസ് അവിടെ മെയിൽ കമ്പോസ് ചെയ്തു, ആ മെയിൽ ഗ്യാരണ്ടി ചെയ്തു, മെയിലിന്റെ കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ആ മെഷീനിൽ നിന്ന് നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യും. എന്താണോ ഉള്ളത് ആ മെഷീനിൽ നേരെ നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ആ നെറ്റ്വർക്കിൽ ഇന്റർനെറ്റിൽ ഡേറ്റ എത്തും. ഇന്റർനെറ്റിൽ ആ ഡേറ്റ എത്തിക്കഴിഞ്ഞാൽ അതിലുള്ള ഓരോ മെഷീൻ, ദാറ്റ് ഈസ് നോഡ്. ഇതൊരു നോഡാണ്, ഇതൊരു മെഷീൻ ആയിരിക്കാം, ചിലപ്പോൾ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസ് ആയിരിക്കാം. അടുത്ത നോഡിൽ ഡേറ്റ എത്തും. ഇങ്ങനെ നോഡ് ടു നോഡ് ഡെലിവറി ഡേറ്റ എത്തും. ആ ഡേറ്റ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ട്രാവൽ ചെയ്ത് പല നോഡിലോ ട്രാവൽ ചെയ്ത് ഡെസ്റ്റിനേഷൻ സൈഡിലെത്തി, ഹോസ്റ്റിലും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന മെഷീനിലെത്തി. ദാറ്റ് ഈസ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്, ദാറ്റ് ഈസ് ദ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി. ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി എത്തി. ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി എത്തിയത് കൊണ്ടും കാര്യമായില്ല. ഈ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഹോസ്റ്റിലുള്ള ഏത് പ്രോസസ് ആണോ ആ പ്രോസസ്സിന് ഡേറ്റ ഡെലിവറി ചെയ്യണം. സോ ആ പ്രോസസ്സിലേക്ക് ഡേറ്റ ഡെലിവറി ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് എ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി. അപ്പൊ ഡേറ്റ നേരെ പ്രോസസ്സിലെത്തി, ആ പ്രോസസ്സിലേക്ക് ഡെലിവറി ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ട് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഡിഫറെന്റ് ലെയേഴ്സിലുള്ള എങ്ങനെയാണ് ഡേറ്റ പാസ് ചെയ്യുക. ഒരു മെയിലോ ഡേറ്റയോ എന്തായി കഴിഞ്ഞാലും ആ ഡേറ്റ അയച്ച് ഒരു മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിന്റെ പ്രോസസ്സിലേക്ക് എങ്ങനെയാണ് ഡേറ്റ എത്തുക, അതിനിടയിൽ ഏതൊക്കെ ലെയേഴ്സുകളാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഏതൊക്കെ ലെയേഴ്സിനെയാണ് ഡ്യൂട്ടി. ഈ ഒരു ഡയഗ്രാം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് OSI മോഡൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം OSI മോഡൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡേറ്റ ലിങ്ക് ലെയർ റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ നോഡ് ടു നോഡ് എഴുതും, ചിലപ്പോൾ ഹോസ്റ്റ് ടു ഹോസ്റ്റ് എഴുതും, ചിലപ്പോൾ പ്രോസസ് ടു പ്രോസസ് എഴുതും. അപ്പോൾ അത് മാറിപ്പോകരുത്. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയഗ്രാം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് എപ്പോഴും കേട്ടിട്ടുള്ള ഓർമ്മമാണ് നമ്മുടെ ക്ലയന്റ് സെർവർ മെക്കാനിസം എന്ന് പറയുന്നത്. ആക്ച്വലി എല്ലാ കമ്മ്യൂണിക്കേഷനും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷനിലാണ്.
ക്ലയന്റ് മീൻസ് എവിടെ നിന്നാണോ ഒരു റിക്വസ്റ്റ് ഉള്ളത്. ഈ ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും, റിക്വസ്റ്റ് റെസ്പോൺസ്. റിക്വസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. റിക്വസ്റ്റും റെസ്പോൺസും. റിക്വസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാലും അതും ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ സിമിലർ ആണ്. ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലയന്റ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീൻ ഒരു റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റ് കൊടുത്താൽ ആ റിക്വസ്റ്റ് അനുസരിച്ചുള്ള ഡാറ്റ റെസ്പോണ്ട് ചെയ്യണം. അത് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന അതിന് പറഞ്ഞ പേരാണ് റിക്വസ്റ്റ് റെസ്പോൺസ്. നമ്മളിപ്പോ ഒരു മെയിൽ അത്ര ഒരു എന്തെങ്കിലും ഒരു നെറ്റിൽ ഒരു കാര്യം സെർച്ച് ചെയ്തു. നെറ്റിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സംതിങ് നെറ്റിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജേണൽ പബ്ലിക്കേഷൻ ആണ്. സംതിങ് ബിഗ് ഡാറ്റയെ കുറിച്ചുള്ള ജേണലാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജേണൽസ് റിലേറ്റഡ് ടു ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെറ്റിൽ നമ്മൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യും. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ക്ലയന്റ് ആണ്. ആ സെർച്ച് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് സെർവറിൽ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ക്ലയന്റ് സെർവർ മെക്കാനിസം എന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലയന്റ് സെർവർ മെക്കാനിസം ആണ് പറയുന്നത്. ദാറ്റ് ഈസ് എ പ്രോസസ് ഓൺ എ ലോക്കൽ ഹോസ്റ്റ് ഈസ് കോൾഡ് എ ക്ലയന്റ്. ലോക്കൽ ഹോസ്റ്റ് മീൻസ് നമ്മൾ എവിടെയാണോ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻ, ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത് ക്ലയന്റ് ആയിരിക്കും. നീഡ്സ് സർവീസ് ഫ്രം ദ പ്രോസസ് യൂഷ്വലി ഓൺ ദ റിമോട്ട്. ഇറ്റ് ഈസ് കോൾഡ് ദ ഹോസ്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് സെർവർ. റിമോട്ട് ആയിട്ട് വരുന്ന ഒരു ഹോസ്റ്റ് ഉണ്ടാവും. ആ റിമോട്ട് ഹോസ്റ്റ് മീൻസ് ഇറ്റ്സ് എ മെഷീൻ. അപ്പൊ ലോക്കൽ ആയിട്ട് വരുന്ന ഹോസ്റ്റ് ഏതാണോ ലോക്കൽ ഹോസ്റ്റ് ക്ലയന്റും, നമ്മൾ റിമോട്ട് ആയിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് ഹോസ്റ്റ് എന്ന് പറയുന്നത് സെർവറും ആയിരിക്കും. എല്ലാ കമ്മ്യൂണിക്കേഷനും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ക്ലയന്റ് സെർവർ മെക്കാനിസത്തിലാണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഈ ക്ലയന്റ് സെർവർ മെക്കാനിസത്തിലായിരിക്കും. നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഫോൺ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അവിടെയും നമ്മൾ ക്ലയന്റ് സെർവർ പരാഡികമാണ് യൂസ് ചെയ്യുന്നത്. പരാഡികം മീൻസ് ഇറ്റ്സ് എ മെത്തേഡ്. At transport layer, we need to address the port numbers choose to particular process. ഇനി നമ്മൾ OS പഠിച്ചിട്ടുണ്ടാവും. OS നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ OS നിൽക്കേണ്ട ആവശ്യം നമ്മുടെ സിസ്റ്റത്തിന്റെ കൺട്രോൾ ഓൺ ഡിലീറ്റ് ചെയ്ത് പ്രോസസ് നമ്മുടെ ടാസ്ക് മാനേജർ എടുത്താൽ മതി. ടാസ്ക് മാനേജറിൽ ഒരു പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ പ്രോസസ്സിനും ഒരു പ്രോസസ് ID ഉണ്ടാവും. അതായത് പ്രോസസ് ID മീൻസ് ആ സിസ്റ്റത്തിൽ യുണീക്ക് ആയിട്ട് വരുന്ന ആ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ് ID ഉണ്ടാവും. ഈ പ്രോസസ് ID വെച്ചായിട്ട് ഈ പ്രോസസ് ID ആയിരിക്കും ആ മെഷീനിൽ എത്ര പ്രോസസ് ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഓരോ പ്രോസസ്സും റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പോർട്ട് നമ്പർ ഉണ്ടാവും. അതായത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പോർട്ട് നമ്പർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ സെർവറിന് ഒരു സെർവറിന് ഡിഫൈൻഡ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പോർട്ട് നമ്പർ ഉണ്ട്. ഈ പോർട്ട് നമ്പർ വെച്ചിട്ടായിരിക്കും ആ ഇമെയിൽ സെർവറിനെ ആ മെഷീനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. പോർട്ട് നമ്പർ കൂടാതെ അതിന് പ്രോസസ് ID ഉണ്ടാവും. ആ പ്രോസസ് ID എന്ന് പറയുന്നത് മെഷീനിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് ഒരു പോർട്ട് നമ്പർ ഐഡന്റിഫൈ ഉണ്ട്. ഇന്ന പോർട്ടിലൂടെ ആയിരിക്കും അത് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചായിരുന്നു പല പോർട്ടിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പല പോർട്ടുകളിൽ നിന്ന് പോർട്ടിൽ നിന്നായിരിക്കും പോർട്ട് നമ്പർ ഉപയോഗിച്ചിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ പോർട്ട് നമ്പേഴ്സ് ആർ ബിറ്റ്വീൻ 60 ബിറ്റ് ഇൻഡിജേഴ്സ്. ദേ ആർ ബിറ്റ്വീൻ 0 to 65535. 0 മുതൽ 65535 വരെയുള്ള നമ്പേഴ്സുകൾ കൊടുത്തിട്ട് ഇൻഡിജർ നമ്പേഴ്സ് കൊടുത്തിട്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള പോർട്ട് നമ്പർ ഉണ്ടാവും. ഈ പോർട്ട് നമ്പർ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ പോർട്ട് നമ്പറിന്റെ അതോറിറ്റി, ദാറ്റ് ഈസ് IANA, ഇന്റർനെറ്റ് അസൈൻഡ് നമ്പർ അതോറിറ്റി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഈ പോർട്ട് നമ്പർ ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ 3 ടൈപ്പിലുള്ള പോർട്ട് നമ്പർ ആണ് നമുക്കുള്ളത്. ഒന്ന് വെൽ നോൺ പോർട്ട്, പോർട്ട്, ഡൈനാമിക് പോർട്ട്. അതായത് ഇത്രയും പോർട്ട് നമ്പർ ആണുള്ളത്. 0 മുതൽ ഇത്രയും പോർട്ട് നമ്പർ നമുക്കുണ്ട്. ആ പോർട്ട് നമ്പറെ തന്നെ 3 കാറ്റഗറി ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെൽ നോൺ പോർട്ട്, രജിസ്റ്റേർഡ് പോർട്ട്, ഡൈനാമിക് പോർട്ട്. വെൽ നോൺ പോർട്ട് മീൻസ് the ports ranges from 0 to 1023. They are called well known ports. Then registered port ranges from 1024 to 49151. അവിടെ വരെയുള്ളത് registered port. They are not controlled by IANA. Then dynamic ports, they ranges from 49152 to 65535. They can be used by any process. പ്രോസസ്സിന് ഉപയോഗിക്കുന്ന പോർട്ട് നമ്പറുകൾ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലുള്ള പോർട്ട് നമ്പറുകൾ ഉണ്ട്. ഈ പോർട്ട് നമ്പറുകളായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ആ പോർട്ട് നമ്പറുടെ റേഞ്ചസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി ഈ പോർട്ട് നമ്പറുകളെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ IP അഡ്രസ് വെച്ചിട്ടും നമ്മളിപ്പോ നേരത്തെ നമ്മൾ പഠിച്ചപ്പോ എന്താ പറയാ ഗ്ലോബൽ അഡ്രസ്സും
ലോക്കൽ അഡ്രസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ലോക്കൽ അഡ്രസ് എന്ന് പറയുന്ന കുറെ IP അഡ്രസ് ഉണ്ടാവും. ആ IP അഡ്രസ്സുകളെല്ലാം ലോക്കൽ ആയിരിക്കും. അതായത് ആ ഒരു നെറ്റ്വർക്കിൽ ആ ലോക്കൽ IP അഡ്രസ് യൂണിക് ആയിരിക്കും. പക്ഷെ ഗ്ലോബലി അത് യൂണിക് ആയിരിക്കണം എന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന കുറെ അഡ്രസ്സുകളെയാണ് നമ്മൾ ലോക്കൽ അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 193.14267 എന്ന് പറയുന്നത് ലോക്കൽ അഡ്രസ് ആണെങ്കിൽ ഈ മെഷീനിൽ ഇവിടെ നെറ്റ്വർക്കിൽ ഈ ലോക്കൽ അഡ്രസ് യൂണിക് ആയിരിക്കും. അപ്പോൾ ഈ മെഷീനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ആണ്. പ്രോസസ് ടു പ്രോസസ് ഡെലിവറി മീൻസ് ഒരു മെഷീനിലെ ഡേറ്റ എത്തിക്കഴിഞ്ഞാൽ ആ മെഷീനിലെ പ്രോസസ്സിലേക്ക് ഡേറ്റ കൊടുക്കണം. അപ്പൊ എങ്ങനെയാ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യും? ഒരു മെഷീനിൽ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യും? ആ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത്. ഓരോ പ്രോസസ്സിനും ഏതാണോ നമ്മുടെ പ്രോസസ്സ്, ആ ഓരോ പ്രോസസ്സിനും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ട് നമ്പർ നേരത്തെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പോർട്ട് നമ്പർ വെച്ചിട്ടായിരിക്കും ആ പോർട്ട് നമ്പറുകളെ മെഷീനുകളെ ഒരു പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇനി ഈ പോർട്ട് നമ്പറുകളെ മാത്രം വെച്ച് നമുക്ക് പറ്റില്ല. നമുക്ക് ഒരു പ്രോസസ് ടു പ്രോസസ് ഡെലിവറി നീഡ്സ് ടു ഐഡന്റിഫൈ, that is IP address and port number at each end to make a connection. The combination of IP address and port number is called the socket address. ഈ IP അഡ്രസ്സും പോർട്ട് നമ്പറും നമ്മൾ നേരത്തെയുള്ള കമ്മ്യൂണിക്കേഷനിൽ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഈ പോർട്ട് നമ്പർ വെച്ചിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന്. കാരണം ഒരു നെറ്റ്വർക്കിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ ഒരുപാട് കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ എല്ലാ കമ്പ്യൂട്ടറുകളും അവിടുത്തെ ലോക്കൽ IP അഡ്രസ് എന്ന് പറയുന്നത് യൂണിക് ആയിരിക്കും ആ നെറ്റ്വർക്കിൽ മാത്രം. അത് കഴിഞ്ഞതിന് ശേഷമായി നമ്മൾ നെറ്റ്വർക്ക് അഡ്രസ് ടെർമിനൽ എന്ന് പറഞ്ഞ NAT റൂട്ടർ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ആ ടേബിളിലാണ് നമ്മൾ ഈ കൺവേർഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. അങ്ങനെ കൺവേർഷൻ സ്പെസിഫൈ ചെയ്തപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർട്ട് നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങളും ആ ടേബിളിൽ നോട്ട് ചെയ്യും എന്ന്. പോർട്ട് നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങളും ആ ടേബിളിൽ നോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ കോമ്പിനേഷനെയാണ് നമ്മൾ പറയുന്നത് സോക്കറ്റ് അഡ്രസ്. The combination of IP addresses and port number is called the socket address. അവിടെ മാറിപ്പോയത് IP address ഉണ്ട്. Combination of IP address and port number is called socket address. ഈ സോക്കറ്റ് അഡ്രസ് ആയിരിക്കും നമുക്ക് യൂണിക്കലി ആയിട്ട് ഒരു പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. The client socket address defines the client process uniquely and the server socket address defines the server process uniquely. എക്സാമിനേഷൻ മിക്കവാറും സോക്കറ്റ് അഡ്രസ് ചോദിച്ചു കഴിയുമ്പോൾ പോർട്ട് നമ്പർ എന്താണെന്നുള്ളത് എഴുതി വെക്കും. പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 3 ടൈപ്പിലുള്ള വെൽ നോൺ പോർട്ട്, രജിസ്റ്റേർഡ് പോർട്ട്, ഇങ്ങനെയുള്ള പോർട്ട് നമ്പർ 3 കാറ്റഗറിയുള്ള പോർട്ട് നമ്പറാണുള്ളത്. ഈ പോർട്ട് നമ്പറുകളെ കൂടാതെ ഈ പോർട്ട് നമ്പറുകളെ ബേസ് ചെയ്തിട്ട് IP അഡ്രസ് എന്തായാലും ഉണ്ടാവും. കാരണം ഒരു മെഷീനിൽ ഗ്ലോബലി ആയിട്ടുള്ള മെഷീനുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ആ നെറ്റ്വർക്കിൽ ആ മെഷീനെ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ IP അഡ്രസ് കമ്പൽസറി ആണ്. അപ്പൊ ഈ IP അഡ്രസ്സും പോർട്ട് നമ്പറും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന നമ്പറിനെയാണ് പറയുന്നത് സോക്കറ്റ് അഡ്രസ്. ഈ സോക്കറ്റ് അഡ്രസ് പറയുന്നത് എല്ലാത്തിലും ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ ക്ലയന്റിൽ ആ പ്രോസസ്സിനെ യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെർവർ മെഷീൻ ഉണ്ടെങ്കിൽ സെർവർ മെഷീനിലും ആ പ്രോസസ്സിനെ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സോക്കറ്റ് അഡ്രസ്. സോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമുക്ക് കണക്ഷൻ ഓറിയന്റഡ് സർവീസും ഉണ്ട്, കണക്ഷൻ ലെസ് സർവീസും ഉണ്ട്. കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആൻഡ് കണക്ഷൻ ലെസ് സർവീസ്. Then at transport layer, the protocol can be either connection oriented or connectionless. Connection oriented means അവിടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു മെസ്സേജ് അയക്കണം, അതിന് നമ്മുടെ മെഷീൻ റെസ്പോണ്ട് ചെയ്യണം, അങ്ങനെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് ആ പാത്തിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കണക്ഷൻ ഓറിയന്റഡ്. കണക്ഷൻ ലെസ് മീൻസ് അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണ് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത്, സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുള്ള സമയത്ത് ഡേറ്റ സെൻഡ് ചെയ്യും. അവിടെ ഒരു കണക്ഷൻ ക്രിയേഷനോ എസ്റ്റാബ്ലിഷ്മെന്റോ ഡേറ്റ ട്രാൻസ്ഫറോ അങ്ങനെ സെപ്പറേറ്റ് സ്പേസസുകളൊന്നും അതിനില്ല. ദാറ്റ് ഈസ് ദ UDP. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് ലെയർ ഉപയോഗിക്കുന്ന 2 പ്രോട്ടോകോൾ ആയിരുന്നു. ഒന്ന് UDP, TCP, SCTP. അതിൽ UDP is connection less protocol. TCP and SCTP are connection oriented protocol. നമ്മുടെ എക്സാമിനേഷൻ മിക്കവാറും ചിലപ്പോൾ ചോദിക്കാറുള്ളത് TCP IP പ്രോട്ടോകോൾ സ്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ നമ്മൾ മുന്നത്തെ മൊഡ്യൂളിൽ പഠിച്ച ആ TCP ആണ് എഴുതേണ്ടത്. ചിലപ്പോൾ ചോദിക്കും TCPയുടെ പ്രോട്ടോകോൾ, അതിന്റെ ഡേറ്റ പാക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിം ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഫ്രെയിം ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നേരത്തെ പഠിച്ച TCP എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മാർക്ക് കിട്ടില്ല. പകരം ഇവിടെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഫ്രെയിം ഫോർമാറ്റ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ UDP ചോദിക്കാറുണ്ട്. UDP എന്ന് പറയുന്നത് കണക്ഷൻ ലെസ്സും TCP കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോളുമാണ്. ഇതായിരുന്നു നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിൽ പഠിച്ചിട്ടുള്ള നമ്മൾ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ട് വരുന്ന ലേയേഴ്സ്. OSI മോഡലും TCP കൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും ഈ ഡയഗ്രാം വരച്ച് ഇതിന്റെ എക്സ്പ്രഷൻ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടും എഴുതണം. അതിൽ നമുക്ക് ആദ്യത്തെ പറഞ്ഞതാണ് നമ്മുടെ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ UDP. User datagram protocol UDP is called connectionless unreliable transport protocol. ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കാറുള്ളത് ട്രാൻസ്പോർട്ട് ലെയറിൽ എക്സ്പ്ലെയിൻ കണക്ഷൻലെസ് അൺറിലയബിൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ, ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ എന്ന് ചോദിച്ചാൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് UDP ആണ്. UDPയുടെ പാക്കറ്റ് ഡയഗ്രാം UDPയുടെ ഫ്രെയിം ഫോർമാറ്റാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് ആഡ് എനിത്തിങ് ടു ദ സർവീസ് ഓഫ് IP except to provide process to process communication instead of host to host communication. അപ്പോൾ ഇവിടെ നമ്മൾ process to process communication ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. Then അപ്പോൾ process to process communication ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് കുറെ പോർട്ടുകൾ ആവശ്യമാണ്. പോർട്ടുകൾ മീൻസ് ഓരോ പ്രോസസ്സുകളും ഓരോ കമ്മ്യൂണിക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് സോക്കറ്റ് നമ്പർ വെച്ചിട്ടായിരിക്കും. സോ യൂഷ്വലി എന്ത് ചെയ്യണം, ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ എന്തായാലും ആ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിന്റെ അതിന്റെ പോർട്ട് നമ്പർ നമുക്ക് ആവശ്യമാണ്. കാരണം പോർട്ട് നമ്പറും IP അഡ്രസ്സും കൂടെ വെച്ചിട്ടാണ് ഒരു പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഒരുമിച്ച് പറയുന്ന പേരാണ് സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പോർട്ട് നമ്പറുകൾ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒന്നിട്ടെണ്ണം ഓർത്തിരിക്കുക. ഇപ്പോൾ പോർട്ട് നമ്പർ 7 എക്കോ പ്രോട്ടോകോളിന്റെ പേര് എക്കോ റിസീവ് ഡാറ്റാഗ്രാം പാക്കറ്റ്സ് ടു സെൻഡർ ഡിസ്കാർഡ് യൂസർ ഡൈനാമിക് അങ്ങനെ പറഞ്ഞ കുറച്ച് പ്രോട്ടോകോൾ. അതിന്റെ യൂസർ ഡാറ്റാഗ്രാം വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നമ്മുടെ UDPയുടെ യൂസർ ഡാറ്റാഗ്രാം UDP യൂസ് ചെയ്യുന്നത് ഡാറ്റാഗ്രാം പാക്കറ്റ്സുകളായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പാക്കറ്റ്സ് പറഞ്ഞ പേരാണ് യൂസർ ഡാറ്റാഗ്രാം. ഈ യൂസർ ഡാറ്റാഗ്രാമിന്റെ ഹെഡർ ഫോർമാറ്റ് the UDP packets are called user datagram. We have a fixed size header of 8 bytes. ആ UDPയുടെ അതിന്റെ UDP പ്രോട്ടോകോളിന്റെ ഹെഡർ എന്ന് പറയുന്നത് 8 ബൈറ്റ്സ് ആണ്. അതിന്റെ ഹെഡർ എന്ന് പറയുന്നത് ഡേറ്റ പാർട്ട് വീണ്ടും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡേറ്റ ഈ UDPയുടെ ഫ്രെയിം ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണ് തന്നത്. ഡേറ്റ ഫോർമാറ്റിൽ വേറെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഹെഡർ പാർട്ടിൽ 8 ബൈറ്റ് ഫിക്സഡ് സൈസ് ഹെഡർ പാർട്ട്. ഈ 8 ബൈറ്റ് തന്നെ 16 ബിറ്റ് ദാറ്റ് ഈസ് 2 ബൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ പോർട്ട് നമ്പറിന് വേണ്ടിയിട്ട്. അഗെയിൻ 2 ബൈറ്റ് ടോട്ടൽ ലെങ്ത് സ്പെസിഫൈ, ദാറ്റ് ഈസ് ലെങ്ത് മീൻസ് ഡേറ്റയുടെ ലെങ്തിനായിരിക്കും. ദെൻ അനദർ 2 ബൈറ്റ്സ് അതിന്റെ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പറിന് വേണ്ടിയിട്ട്, അനദർ 2 ബൈറ്റ് ചെക്ക് സമ്മിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു UDP പാക്കറ്റ് ഉണ്ടെങ്കിൽ ആ UDP പാക്കറ്റിന്റെ ഹെഡർ ഫോർമാറ്റ്, ഹെഡർ എന്ന് പറയുന്നത് 8 ബൈറ്റ് ലെങ്ത് ഉള്ള ഫിക്സഡ് സൈസ് ലെങ്ത് ഉള്ള ഹെഡർ ആയിരിക്കും ഉണ്ടാവുക. ആ ഹെഡറിൽ തന്നെ 4 കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യണം. സോഴ്സിന്റെ പോർട്ട് നമ്പറിന് വേണ്ടിയിട്ട് 2 ബൈറ്റ്സ്, ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പറിന് വേണ്ടിയിട്ട് 2 ബൈറ്റ്സ്, ടോട്ടൽ ലെങ്തിന് വേണ്ടിയിട്ട് 2 ബൈറ്റ്സ് ദാറ്റ് ഈസ് 16 ബിറ്റ്സ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഡേറ്റ ഹെഡർ ആണ് ഫിക്സഡ്. ഡേറ്റ ഫിക്സഡ് സൈസ് വേരിയബിൾ സൈസ് ആവാം. ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് സൈസ് ഡേറ്റയും വേരിയബിൾ സൈസ് ഡേറ്റയൊക്കെ. അപ്പൊ അത് ഒന്നെങ്കിൽ ഫിക്സഡ് ആണെങ്കിൽ ഫിക്സഡ് സൈസ്, വേരിയബിൾ സൈസ് ആണെങ്കിൽ വേരിയബിൾ സൈസ്. അതിന്റെ എത്രയാണ് അതിന്റെ ലെങ്ത് അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 16 ബിറ്റ്സ് ദാറ്റ് ഈസ് 2 ബൈറ്റ്സ്. പിന്നെ ഉള്ളത് നമ്മുടെ ചെക്സം ആണ്. ചെക്സം എറർ ഡിറ്റക്ഷൻ വേണ്ടിയിട്ട് 2 ബൈറ്റ്സ്. ഇത്രയാണ് അതിന്റെ ഹെഡർ ഫോർമാറ്റിൽ ഹെഡറിലുള്ളത്. ഇനി ആ ഹെഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? അപ്പോൾ ഹെഡറിലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് വൺ പോർട്ട് നമ്പർ, സോഴ്സിന്റെ പോർട്ട് നമ്പർ. അതിന്റെ ഡെഫിനിഷൻ തന്നെയുണ്ട് സോഴ്സിന്റെ പോർട്ട് നമ്പർ. കാരണം നമ്മളൊരു പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിന്റെ പോർട്ട് നമ്പർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂണിക് ആയിട്ട് ആ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ആ സോഴ്സിന്റെ പോർട്ട് നമ്പർ ആവശ്യമുണ്ട്. സോ 2 ബൈറ്റ് ഡേറ്റ എന്ന് പറയുന്നത്, 2 ബൈറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സോഴ്സിന്റെ പോർട്ട് നമ്പറിന് വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ലെങ്ത് ഈസ്
16 bits long. It can ranges from 0 to 65535. 65535 എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പോർട്ടുകളാണ്. അത്രയും പോർട്ടുകൾ നമുക്കുള്ളത്. അതിൽ ഏതെങ്കിലും പോർട്ടുകളെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം അതിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്ന പോർട്ട് നമ്പറുകൾ മാത്രമേ പോർട്ട് നമ്പറുകളായിട്ടുള്ളൂ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ പ്രോസസ്സിന്റെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ. The port number is used for destination host. It is most atmospheric well-known ports. ഇതും 0 to 65535 തന്നെയാണ്. പക്ഷേ മജോറിറ്റി കേസിലും അത് വെൽ നോൺ പോർട്ട്സുകളായിരിക്കും. വെൽ നോൺ പോർട്ട്സ് റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ആ വെൽ നോൺ പോർട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെങ്ത്. The 60-bit field that defines the total length of the user datagram. Header plus data. അതായത് നമ്മുടെ ഡേറ്റ ടോട്ടൽ ലെങ്ത് പറയുന്നത് ഇപ്പോൾ ഹെഡറിന്റെ ലെങ്ത് ഡിഫൈൻഡ് ആണ്. ഹെഡറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണ്. ആ 8 ബൈറ്റ് എന്നുള്ളത് അവിടെ ഡിഫൈൻഡ് ആണ്. അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ വരുന്നത് ഡേറ്റയാണ്. ഡേറ്റ എന്ന് പറയുന്നത് ഒന്നിലേക്ക് നമുക്ക് ഫിക്സഡ് സൈസ് ഡേറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ വേരിയബിൾ സൈസ് ഡേറ്റ ഉണ്ടാവും. അപ്പോൾ ഫിക്സഡ് സൈസ് ഡേറ്റ ആണെങ്കിൽ ഫിക്സഡ് സൈസ് ഡേറ്റയുടെ ലെങ്ത് ആയിരിക്കും അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടെ കൂടിയായിരിക്കും അതിന്റെ ഇത് വരിക. Then checksum. This field is used to detect errors over entire datagram. Checksum ഒരു എറർ ഡിറ്റക്ഷൻ മെത്തേഡാണ് നമ്മുടെ ചെക്സം എന്ന് പറയുന്നത്. അപ്പൊ ആ ചെക്സം എറർ ഡിറ്റക്ഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അടുത്ത 2 ബൈറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ 8 ബൈറ്റ്സ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. മിശ്രിയ, ഹരീഷ്ണൻ, ഗോകുല, അജയ്, വർഷ, കൃഷ്ണേന്ദു, ലാൽകൃഷ്ണ, സ്പാർട്ടക്കസ്, നമിയ, പൂജ, മീനാക്ഷി, അരുൺദാസ്, ആദിത്യ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. നോ ഡൗട്ട്സ് അറ്റ് ഓൾ. ഓക്കെ, ചിത്രാഞ്ജലി. ഓക്കെ. സോ മൂവ് ഓൺ ടു UDP ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ് UDP ഓപ്പറേഷൻസ്? ഇത് UDP ഫീച്ചേഴ്സും സർവീസുകളും ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. UDP ഓപ്പറേഷൻസ് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് the UDP services. That is connectionless services. കാരണം UDP എന്ന് പറയുന്നത് connectionless protocol ആണ്. connectionless oriented protocol ആണ്. അപ്പോൾ അതിന്റെ സർവീസുകളും connectionless സർവീസുകളായിരിക്കും. That is first one. This means that each user datagram sent a UDP is to an independent datagram. There is no relationship between user and different datagram, even if they're coming from the same source. Also, there is no connection establishment, no connection termination, and each datagram can travel on different paths. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കണക്ഷൻ ലെസ് സർവീസുകൾ നമ്മൾ പഠിച്ചായിരുന്നു. കണക്ഷൻ ലെസ് സർവീസുകൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓരോ പാക്കറ്റും ട്രാവൽ ചെയ്യുന്നത് ഡിഫറെന്റ് പാത്തിലൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഏത് പാത്തിലൂടെയാണ് ഡേറ്റ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സോഴ്സിനും ഡെസ്റ്റിനേഷനിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷന്റെ പാത്ത് എങ്ങനെയാണോ ആ പാത്തിലൂടെ ആയിരിക്കും എല്ലാ ഡേറ്റയും ട്രാവൽ ചെയ്യണത്. ഇവിടെ നമുക്ക് UDP എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് സർവീസ് ആണ്. അപ്പോൾ ഡേറ്റ അയക്കുന്നത് ഒരിക്കലും ഒരുമിച്ച് ഇപ്പോൾ ഒരു 1 MB ഡേറ്റ ഉണ്ടെങ്കിൽ 1 MB ഡേറ്റ ഒറ്റ സ്ട്രെച്ചിൽ അയക്കാൻ പറ്റില്ല. ആ ഡേറ്റ ഡിഫറെന്റ് പാക്കറ്റുകളാക്കും. UDP-യിൽ ആ പാക്കറ്റ് പറയുന്ന പേര് ഡേറ്റാഗ്രാം എന്നാണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഡേറ്റാഗ്രാം ആയിരിക്കും വന്നത്. ഒരു സോഴ്സ് തന്നെയാണ് ഡേറ്റ അയക്കണമെങ്കിലും ആ സോഴ്സ് അയക്കുന്നത് പല ഡേറ്റാഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ അയക്കുന്ന ഓരോ ഡേറ്റാഗ്രാം തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, ഒരു റിലേഷൻഷിപ്പും ഇല്ല. This means that each user datagram sent by the UDP is an independent datagram. ഒന്നും ഡിപ്പെൻഡന്റ് അല്ല. ഡിപ്പെൻഡന്റ് മീൻസ് ഓരോ മെഷീനുകൾ അയക്കുന്നത് പരസ്പരം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത് കണക്ഷൻ ലെസ് സർവീസ് ആയതുകൊണ്ട് UDP ഒരു മെഷീനിൽ നിന്ന് തന്നെ അയക്കുന്ന ഡേറ്റ ആയാലും ആ ഡേറ്റാഗ്രാം എല്ലാം തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. There is no relationship between different user datagram even if they are coming from the same source. ഒരേ സോഴ്സിൽ നിന്ന് അയക്കുന്ന ഡേറ്റ ആണെങ്കിലും ആ ഡേറ്റാഗ്രാം വരുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അത് തമ്മിൽ യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. So there is no connection establishment, there is no connection termination. So each datagram can travel different path. ഓരോ ഡേറ്റാഗ്രാമും ട്രാവൽ ചെയ്യുന്നത് ഡിഫറെന്റ് പാത്തിലൂടെ ആയിരിക്കും. കാരണം ഒരു കോമൺ പാത്ത് ഇല്ല, ഒരു കോമൺ കണക്ഷൻ ഇല്ല. അറ്റ് എ ടൈമിൽ ഒരു പാത്ത് ഐഡന്റിഫൈ ചെയ്യും, ആ പാത്തിലൂടെ ആയിരിക്കും ഡേറ്റ ട്രാവൽ ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ള ആ പാത്തിലൂടെ ആയിരിക്കും അതിന് ഡേറ്റ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ കണക്ഷൻ ലെസ് സർവീസിൽ ഈ 3 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാം.
Then other service, flow control. UDP is very simple and unreliable transport protocol. Unreliable. നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ എവിടെയാണോ റിലയബിലിറ്റി ഉള്ളത് റിലയബിലിറ്റി മെക്കാനിസത്തിൽ അക്നോളജ്മെന്റ് ഉണ്ടാവും. ഏത് റിലയബിൾ പ്രോട്ടോകോൾ ആയാലും ആ റിലയബിൾ പ്രോട്ടോകോളിൽ അക്നോളജ്മെന്റ് കമ്പൽസറി ആണ്. അക്നോളജ്മെന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് റിലയബിലിറ്റി മീൻസ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ അയച്ചു, ആ അയച്ച ഡേറ്റ ഡെസ്റ്റിനേഷനിൽ എത്തി എന്ന് പറഞ്ഞ് തിരിച്ച് റെസ്പോൺസ് സോഴ്സിന് കിട്ടും. അപ്പൊ റെസ്പോൺസ് അത് ഗ്യാരണ്ടി ചെയ്യും ആ ഡേറ്റ കറക്റ്റ് ആ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയാം. നമ്മുടെ UDP പ്രോട്ടോകോളിൽ അങ്ങനെയുള്ള ഒരു റിലയബിൾ മെക്കാനിസവും ഒരു റിലയബിലിറ്റി ഇല്ല. സോ ദർ ഈസ് നോ ഫ്ലോ കൺട്രോൾ, ദർ ഈസ് നോ എറർ കൺട്രോൾ, സോ ദർ ഈസ് നോ വിൻഡോ മെക്കാനിസം. അപ്പോ അങ്ങനെ ഫ്ലോ കൺട്രോളോ എറർ കൺട്രോളോ ഒന്നും ഇതിനകത്തില്ല. എപ്പോഴാ ഈ ഫ്ലോ കൺട്രോൾ എറർ കൺട്രോൾ ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ എറർ കൺട്രോൾ ആവശ്യമായിട്ട് വരുന്നത് ഒരു ഡേറ്റ എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എത്തി എന്ന് തിരിച്ച് റെസ്പോൺസ് കിട്ടേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് എറർ ഉണ്ടോ, എറർ ഉണ്ടെങ്കിൽ വീണ്ടും റീസെൻഡ് ചെയ്യണം. ഇനി ആ ഡേറ്റ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ അയക്കണം, അങ്ങനെ വേണ്ടത്. ഫ്ലോ കൺട്രോൾ മീൻസ് ഡെസ്റ്റിനേഷൻ മെഷീനിൽ സോഴ്സ് വേറെ ഡേറ്റ സെൻഡ് ചെയ്തിരിക്കും, ഡെസ്റ്റിനേഷനകത്ത് റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, റിസീവ് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതോ റിസീവറിന്റെ ബഫർ ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും UDP പ്രോട്ടോകോൾ ചെയ്യില്ല. UDP പ്രോട്ടോകോൾ വെറുതെ ഡേറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഡെസ്റ്റിനേഷൻ സൈഡിൽ അത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഒരു എറർ ചെക്കിംഗ് മെക്കാനിസമോ ഒരു റീസെൻഡിങ്ങോ അങ്ങനെയുള്ള ഒരു പ്രോസസ്സും ഇല്ല. സോ ദർ ഈസ് നോ എറർ ഫ്ലോ കൺട്രോൾ, ദർ ഈസ് നോ എറർ കൺട്രോൾ മെക്കാനിസം because it is an unreliable protocol. Then other service, encapsulation and decapsulation. To send a message from one process to another, the UDP protocol encapsulates and decapsulates the message. Encapsulation വെച്ചാൽ wrapping together. അപ്പോൾ wrapping together എന്ന് പറയുന്ന എല്ലാ പ്രോട്ടോകോളിലും ഉണ്ട് wrapping together എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോട്ടോകോളിലും wrapping together എന്ന് പറയാൻ കാരണം നമ്മൾ ഡേറ്റ അയക്കുന്നത് എങ്ങനെയാണോ ഡേറ്റ എന്തായാലും ആ ഡേറ്റ ഡാമേജ് ആവാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഹെഡർ പാക്കറ്റ്സും അതിന്റെ ഇതെല്ലാം വെച്ചിട്ട് ഡേറ്റ റാപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള റാപ്പിംഗ് മെക്കാനിസം ഒക്കെ UDPയിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഡേറ്റയുടെ ഡെലിവറി മീൻസ് ആ ഡേറ്റയുടെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഒന്നും UDPയിൽ ഇല്ല. Then next, the queuing mechanism. The UDP queues are associated with the pods. UDPയിൽ വരുന്ന queuing mechanism. Queuing mechanism means UDPയിലെ ഡേറ്റ, ഇൻകമിംഗ് ഡേറ്റ, ഔട്ട് ഗോയിങ് ഡേറ്റ, ക്ലയന്റ് പ്രോസസ്സ്, ഒരു ക്ലയന്റിന്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവും. എല്ലാം പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ്. അപ്പൊ ആ പ്രോസസ്സിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണോ ആ പ്രോസസ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ആ പ്രോസസ്സിന് എല്ലാത്തിനും ഒരു ക്യൂയിങ് മെക്കാനിസം ഉണ്ടാവും. അതേ ക്യൂയിങ് മെക്കാനിസം ആയിരിക്കും ഇവിടെ UDPയും ഫോളോ ചെയ്യണത്. ഇപ്പൊ ബഫർ ഫുള്ളായി കഴിഞ്ഞാലും UDP സോഴ്സ് ഡേറ്റ സെൻഡ് ചെയ്തിരിക്കും. സോഴ്സ് ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സോഴ്സ് ഡേറ്റ സെൻഡ് ചെയ്തിരിക്കും. അവിടെ സ്റ്റോപ്പ് ചെയ്യാനോ പിന്നീട് അയക്കാനോ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും UDPക്കില്ല. അപ്പോൾ സാധാരണ ഒരു പ്രോസസ്സിനുള്ള ക്യൂയിങ് മെക്കാനിസം എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ക്യൂയിങ് മെക്കാനിസം നമ്മുടെ UDP പ്രോസസ്സിന് ഉണ്ടാകും. നമ്മൾ യൂസ് കഴിഞ്ഞാൽ പ്രിന്ററിൽ ക്യൂയിങ് മെക്കാനിസം ഉണ്ടാകും. പ്രിന്റർ പ്രോസസ്സിൽ ക്യൂയിങ് മെക്കാനിസം ബഫറിംഗ് സിസ്റ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിനകത്തും ഒരു ക്യൂയിങ് മെക്കാനിസം ഉണ്ടാവും. ഇതാണ് നമ്മുടെ UDP. Then uses of UDP. Second. Okay. Then uses of UDP. Then first use. ഈ യൂസസ് ചോദിച്ചു കഴിഞ്ഞാലും ഇതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എഴുതാവുന്നതാണോ. Uses of UDP. UDP is a suitable for process that requires simple request response communication. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടോക്കോളാണ് UDP. അതായത് നമ്മുടെ ക്ലയന്റ് സെർവർ മെത്തേഡിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് UDP പ്രോട്ടോക്കോൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരുപാട് റിലയബിലിറ്റി ഒന്നും ആവശ്യമില്ല. എപ്പോഴാണോ പ്രോസസ് ഡേറ്റ സെൻഡ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സെൻഡ് ചെയ്യും. അത് ഡെലിവറി ഗ്യാരണ്ടി ആയിട്ടോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ UDP യൂസ് ചെയ്യാം. Then second one, it is suitable for process with internal flow and error control mechanism. Then ഇനി UDPക്ക് ഒരു എറർ കൺട്രോൾ മെക്കാനിസമോ ഒരു കോമൺ ആയിട്ട് വരുന്ന ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ട് വരുന്ന ഒരു എറർ കൺട്രോൾ മെക്കാനിസമോ ഫ്ലോ കൺട്രോൾ മെക്കാനിസമോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഈ UDP പ്രോട്ടോകോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്റേണൽ ആയിട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആ നെറ്റ്വർക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ നെറ്റ്വർക്കിൽ ഒരു എറർ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം, ഒരു എറർ ചെക്കിങ്, ഇന്റർണൽ ഫ്ലോ മെക്കാനിസം ഒക്കെ ഉണ്ടാവും. അങ്ങനെ യൂസ് ചെയ്യുന്ന വരുന്ന കേസിൽ UDP യൂസ് ചെയ്യാം. സോ UDP is suitable for multicasting. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മൾട്ടികാസ്റ്റിംഗ് പ്രോസസ്സിംഗ് യൂസ് ചെയ്യാം. It is used for some routing update routing information protocol. റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഓരോ സമയത്തും ഈ റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരേ സമയത്ത് നമ്മളിപ്പോൾ ഓരോ റൂട്ടിംഗ് അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ സമയത്ത് ഡേറ്റ അയക്കേണ്ട പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പാത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും പുതിയ പാത്തുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് UDP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. സോ UDP അതിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് UDP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാം. തന്നെ UDP ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഇത്തിരി സ്പീഡിൽ എടുത്ത് പോകുന്നതിന് കാരണം നിങ്ങൾ ആരും ഒരു റെസ്പോൺസ് ആണെങ്കിലും ചോദിക്കുന്നില്ല. പിന്നെ ഒരുപാട് നേരം ഇവിടെ വെറുതെ സ്പെൻഡ് ചെയ്യേണ്ടതായ ഒരു ആവശ്യവും വരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ എടുത്തു പോകുന്നത്. Move on to TCP. Then TCP is a connection-oriented protocol. It creates a virtual connection between two TCPs to send data. In addition, TCP uses flow and error control mechanism at transport layer. In simple words, TCP is a connection-oriented reliable transport protocol. നമ്മൾ നേരത്തെ പ്രോട്ടോകോൾസിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പ്രോട്ടോകോൾസിൽ TCP കണക്ഷൻ ഓറിയന്റഡ് റിലയബിൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ആണ്. അപ്പൊ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ മീൻസ് നമുക്ക് വെറുതെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കണക്ഷൻ ഓറിയന്റഡ് അങ്ങനെയുള്ള ഡാറ്റ ട്രാൻസ്ഫറും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് റിലയബിൾ പ്രോട്ടോകോൾ ആണ്. റിലയബിൾ പ്രോട്ടോകോൾ ആയി കഴിയുമ്പോൾ എന്തായാലും എറർ ചെക്കിംഗ് മെക്കാനിസം ഉണ്ടാവണം, ഫ്ലോ കൺട്രോൾ മെക്കാനിസം ഉണ്ടാവണം. അങ്ങനെ എറർ ചെക്കിംഗ് മെക്കാനിസമോ ഫ്ലോ കൺട്രോൾ മെക്കാനിസമോ ഒക്കെ TCP പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പോൾ അതിന്റെ അടുത്ത മെക്കാനിസത്തിൽ കിടക്കുന്നതിന് മുന്നേ TCPയുടെ സർവീസ്. TCPയുടെ സർവീസുകൾ ഇത് മിക്കവാറും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് TCP സർവീസുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. SIയുടെ പാർട്ടായിട്ട് TCP UDP ചോദിക്കാറുണ്ട്. ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് SI ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ UDP എഴുതണം, TCP എഴുതണം. So TCP services is a process to process communication stream delivery service. Like UDP, TCP provides a process to process communication using port number. The process to process communication TCP UDP same ആണ്. കാരണം രണ്ടും ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആയിട്ടാണ്. ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിന്റെ ഒബ്ജക്റ്റീവും പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ ലൈക്ക് UDP, TCP provides a process to process communication using port number. Then second one, stream delivery service. The TCP is a stream oriented protocol. That is, the TCP allows sending ports to deliver data as a stream of bytes. ബൈറ്റുകളുടെ സ്ട്രീം ഒരു ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഡാറ്റ ഡെലിവറി ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ സ്ട്രീം ഡെലിവറി സർവീസ് പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് എ സ്ട്രീം ഓഫ് ബിറ്റ്സ്. ഡാറ്റ ട്രാവൽ ചെയ്യുന്നത് ഡിസ്റ്റൻസ് സൈഡിലേക്ക് പോകുന്നത് സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ടായിരിക്കും ഡാറ്റ ഡിസ്റ്റൻസ് സൈഡിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. സോ അടുത്ത നമ്മുടെ സർവീസ് പറയുന്നത് സെൻഡിങ് ആൻഡ് റിസീവിംഗ് ബഫേഴ്സ്. സെൻഡിങ് ആൻഡ് റിസീവിംഗ് ബഫേഴ്സ് മീൻസ് നമ്മുടെ ഡേറ്റയിൽ ഫ്ലോ കൺട്രോൾ ഉണ്ട്. കാരണം TCP എന്ന് പറയുന്നത് റിലയബിൾ പ്രോട്ടോകോൾ ആണ്. റിലയബിൾ പ്രോട്ടോകോൾ ആണെങ്കിൽ അവിടെ ബഫറിംഗ് മെക്കാനിസം വേണം, ഫ്ലോ കൺട്രോൾ ഉണ്ടാവണം. ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് ബഫറിംഗ് മെക്കാനിസം ആണ്. സോ TCP രണ്ട് ബഫറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദ സെൻഡിങ് ആൻഡ് റിസീവിംഗ് പ്രോസസ് may not be same speed, the TCP needs buffers for storage. There are two buffers, one at the sending side, one at the receiving side. കാരണം സെൻഡർ സൈഡിൽ രണ്ട് ബഫർ ആവശ്യമുള്ളതിന് കാരണം സെൻഡ് ചെയ്യുന്ന ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ചിലപ്പോൾ സെൻഡ് ചെയ്യണമെന്നില്ല. അപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ സെൻഡ് ചെയ്യുന്നില്ല. ക്രിയേറ്റ് ചെയ്യുന്നത് സ്പീഡ് കൂടുതലാണെങ്കിൽ അവിടെ ബഫറിംഗ് മെക്കാനിസം ഉണ്ടാകും. ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ അപ്പൊ തന്നെ സേവ് ചെയ്യണം, ബഫറിൽ കീപ്പ് ചെയ്യണം, എന്നിട്ട് 1 by 1 ആയിട്ട് സെൻഡ് ചെയ്യണം. അതാണ് സെൻട്രൽ സൈഡിൽ നമുക്ക് ബഫർ ആവശ്യമായിട്ട് വന്നത്. ഇനി റിസീവർ സൈഡിൽ സെൻട്രൽ സൈഡിൽ ഡേറ്റ സെൻഡ് ചെയ്ത് നല്ല സ്പീഡിൽ റിസീവറിലെത്തി. പക്ഷെ റിസീവറിന് അതേ സ്പീഡിൽ തന്നെ അത് പ്രോസസ്സിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രോസസ്സിൽ വന്ന ഡേറ്റയെ റിസീവർ അവിടെ സേവ് ചെയ്ത് വെക്കണം.
അതിനെ ബഫറിൽ കീപ്പ് ചെയ്യണം. സോ റിസീവർ സൈഡിലും ഒരു ബഫർ ആവശ്യമുണ്ട്. Then segments. TCP groups the number of bytes together into packets called segments. TCP-യിൽ നമ്മൾ പാക്കറ്റുകൾക്ക് പറയുന്ന പേരാണ് സെഗ്മെന്റ്. ഓർക്കുക, UDP-യിൽ നമ്മൾ പറഞ്ഞത് യൂസർ ഡാറ്റാഗ്രാം എന്നാണ്. UDP-യിൽ ഡാറ്റാഗ്രാം എന്നും TCP-യിൽ ഓൾമോസ്റ്റ് സെയിം. നമ്മൾ പാക്കറ്റുകളെ സ്പ്ലിറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്നതിന് പറയുന്ന പേര് നമ്മൾ ചെയ്യുന്ന പേര് സെഗ്മെന്റ്സ് എന്നാണ്. So these segments are not necessarily of the same size. Segmentsകൾ ഒരേ സെയിം സൈസിലായിരിക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. So TCP groups number of bytes together into packets called segments. These segments are not necessarily the same size. Then next, communication. Full duplex communication. The TCP offers full duplex service in which data can flow in both directions at the same time. Full duplex communication പറഞ്ഞപ്പോൾ ആ കാര്യം ഒന്ന് ഓർമ്മിക്കാം. Communication, half duplex, full duplex, then simplex communication. One side half duplex means a two side communication ആണ്, പക്ഷേ at a time one side മാത്രമേ പറ്റുള്ളൂ. Full duplex means simultaneous ആയിട്ട് നമുക്ക് two side communication possible ആണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സർവീസ് ആയിരിക്കും TCP ഓഫർ ചെയ്യുന്നത്. Then connection oriented services. To send data, the TCP must create a connection establishment, data exchange, then termination. അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ടെർമിനേഷൻ കാര്യങ്ങൾ ആവശ്യമുണ്ട്. Then reliable service. റിലയബിലിറ്റി ചെക്ക് ചെയ്യുന്നത് അക്നോളജ്മെന്റ്. എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്ന അക്നോളജ്മെന്റ് എങ്ങനെയാണോ അക്നോളജ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ റിലയബിൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. It uses an SDK to make data transfer more reliable. അതാണ് TCP-യുടെ ഫീച്ചേഴ്സ്, TCP-യുടെ സർവീസുകൾ. ദെൻ ഫീച്ചേഴ്സ് ആണ്. ഈ ഫീച്ചേഴ്സും നമുക്ക് ശരിക്കും സർവീസുകളായിട്ട് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. Then numbering system. The TCP software keeps track of segments being transmitted or received by using a numbering system. ഓരോ നമ്പറിംഗ് സിസ്റ്റം വെച്ചിട്ടായിരിക്കും TCP അതിന്റെ പാക്കറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ നമ്പറിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ നേരത്തെ നോയിസ്ലെസ് ചാനൽ പ്രോട്ടോകോളും അവിടെയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് നമ്പറിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. Then byte number. The TCP numbers are numbered. The TCP numbers, all the data bytes are transmitted in a connection. The numbering starts with the random generated numbers. Byte numberകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. The numbering starts with the randomly generated numbers. Then sequence number. After the bytes have been numbered, the TCP assigns a sequence number to each segment. ഓരോ സെഗ്മെന്റിലും ഓരോ ബൈറ്റ് നമ്പർ സീക്വൻസ് നമ്പർ പ്രൊവൈഡ് ചെയ്യും. The sequence number for each segment is the number of the first byte carried in the segment. അത് നമ്മൾ TCP ഡാറ്റ ഫ്രെയിം ഫോർമാറ്റ് എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സീക്വൻസ് നമ്പർ സ്പെസിഫൈ ചെയ്യും. കാരണം ഈ സീക്വൻസ് നമ്പറും ഈ ബൈറ്റ് നമ്പറും ഇതെല്ലാം നമുക്ക് TCP-യുടെ പാക്കറ്റ് ഫ്രെയിം ഫോർമാറ്റിലുണ്ട്. അപ്പോൾ ഓരോ ബൈറ്റ് നമ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സീക്വൻസ് നമ്പർ പ്രൊവൈഡ് ചെയ്യും. ആ സീക്വൻസ് നമ്പർ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പാക്കറ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. Then acknowledgement numbers. ഈ അക്നോളജ്മെന്റ് നമ്പേഴ്സും സീക്വൻസ് നമ്പർ മെക്കാനിസം എല്ലാം നമ്മുടെ പ്രോട്ടോകോളിലുണ്ട്. റിലയബിൾ പ്രോട്ടോകോൾ, നോയ്സി ചാനൽ, നോയ്സ്ലെസ് ചാനൽ പ്രോട്ടോകോളിലൊക്കെ ഈ മെക്കാനിസം ഒക്കെ പറയുന്നുണ്ട്. That is acknowledgement numbers. The value of an acknowledgement field is a segment, the number that next bytes a party expects to receive. Acknowledgement number എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരെണ്ണത്തിന് അക്നോളജ്മെന്റ് കിട്ടിയ മീൻസ് അതിന്റെ റിപ്ലൈ അല്ല, നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന സീക്വൻസ് നമ്പർ സെഗ്മെന്റ് നമ്പർ ആയിരിക്കും അതിന്റെ അക്നോളജ്മെന്റ് നമ്പർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുക. Then flow control, error control, congestion control. The TCP provides flow control. It controls data that are to be sent by the sender. Flow control mechanism. Error control, to provide reliable service, it implements some error control mechanism. അതിന് വേണ്ടിയിട്ടാണ് ചെക്സം, പാരിറ്റി ബിറ്റ്, അങ്ങനെ പല രീതിയിലുള്ള എറർ കൺട്രോൾ മെക്കാനിസം. കൺജഷൻ കൺട്രോൾ. കൺജഷൻ കൺട്രോൾ മീൻസ് നമ്മൾ നെറ്റ്വർക്കിലെ ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് TCP ഒരുമിച്ച് ഡാറ്റ സെൻഡ് ചെയ്യില്ല. നെറ്റ്വർക്കിലെ ട്രാഫിക് എങ്ങനെയാണോ ആ ട്രാഫിക് ഐഡന്റിഫൈ ചെയ്യും. ആ ട്രാഫിക് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമായിരിക്കും അതിന്റെ കൺജഷൻ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The amount of data sent by the sender is not only controlled by the sender, but also determined by the level of congestion in the network. നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന കൺജഷൻ എങ്ങനെയാണോ കൺജഷൻ വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ
ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ. അപ്പൊ ഇതൊക്കെ TCPയുടെ മെക്കാനിസം ആണ്. ഓർത്ത് വയ്ക്കുക. ഫീച്ചേഴ്സ് ആണ് നമ്പറിംഗ് സിസ്റ്റം, ബൈറ്റ് നമ്പേഴ്സ്, സീക്വൻസ് നമ്പേഴ്സ്, അക്നോളജിംഗ് നമ്പേഴ്സ്, ഫ്ലോ കൺട്രോൾ, ദെൻ എറർ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ. അതിന്റെ പേരുകൾ ഓർത്ത് വയ്ക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പല ഭാഷ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും കൺജഷൻ കൺട്രോളും ഒക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഒരു സെന്റൻസ് രണ്ട് സെന്റൻസ് എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ TCPയുടെ സെഗ്മെന്റ് നമുക്ക് അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുക. TCPയുടെ ഫുൾ ഡ്യൂപ്ലെക്സ് മെത്തേഡ്, സർവീസുകൾ TCP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ മിക്കവാറും ചോദിക്കാറുള്ളതാണ്. TCPയുടെ സർവീസുകളും ഫീച്ചേഴ്സും. ഇപ്പോൾ TCP മാത്രമാണ് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. TCP UDP കൂടി ആയിരിക്കും ചോദിക്കുന്നത്. മാറിപ്പോകരുത്. സാധാരണ എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്നത് ഒന്നെങ്കിൽ TCP UDP പ്രോട്ടോകോൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ്, അങ്ങനെ പ്രോട്ടോകോൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഇതാണ് എഴുതേണ്ടത്. നമ്മുടെ OSI പോലെയുള്ള ലേയേഴ്സ് വരച്ച് വെച്ചിട്ട് അവിടെ എത്തി വെച്ചാൽ അതിന് മാർക്ക് കിട്ടത്തില്ല. അത് സാധാരണ ചോദിക്കുന്നത് TCPയും OSIയുമായിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ കമ്പാരിസൺ ആണ് ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ച പോലെ തന്നെ. അങ്ങനെ കമ്പാരിസണാണ് ചോദിക്കുന്നതെങ്കിൽ OSIയുടെ കാര്യങ്ങൾ എഴുതുക, TCPയുടെ കാര്യങ്ങൾ എഴുതുക, അതിലുള്ള ഓരോ പ്രോട്ടോകോളും അതിന്റെ പ്രോട്ടോകോൾസ് ആണെന്നുള്ള രീതിയിൽ എഴുതുക. അതല്ല TCP തനിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. ക്ലിയർ? സോ ബാക്കിയുള്ള നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോ ഡൗട്ട്സ്. ബാക്കിയുള്ള നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാം.